നമ്മുടെ ജന്മത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ഹബീബിന്റെ ജന്മം അങ്ങനെയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ ജന്മദിനം ലോകത്ത് ആഘോഷിക്കണം എന്ന് തീർത്തു പറയുന്നവരാണ് അശ്അരി പണ്ഡിതന്മാർ മുഴുവനും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിത് ചെയ്തില്ലല്ലോ, സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു സൽക്കർമ്മമല്ല ഇത്. എന്തുകൊണ്ട്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിൽ ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആരാ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൗലൂദിനെ എതിർക്കുന്നവരൊക്കെ പറയുന്ന ചില ഹദീസുകളെ ഞാൻ ഖണ്ഡിക്കുകയാണ്. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ, ഈ ദീനിന്റെ വിഷയത്തിൽ, മാ ലൈസ മിൻഹു, ദീനുമായി, ദീനിന്റെ ഉസൂലുകളുമായി, ദീനിന്റെ അഖീദയുമായി, ദീനിന്റെ അടിസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് ബിദ്അത്താണ്. ആ ബിദ്അത്ത് സയ്യിഅത്തായ ബിദ്അത്താണ്, അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മാ ലൈസ മിൻഹു അല്ലാത്ത മുഹ്ദസത്തുകൾ ഈ ദീനിൽ ഉണ്ടാകുമെന്നല്ലേ ഇതിനർത്ഥം. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ഒരു നല്ല ആചാരം, ഒരു നല്ല ഒരു അമൽ ഒരാൾ കൊണ്ടുവന്നാൽ, ഹബീബിന്റെ ഈ മദ്ഹ് പറയുമ്പോൾ ഇവിടെ മദ്ഹ് പ്രഭാഷണം നടക്കും, അത് ഹറാമാണോ? അല്ല. ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലും, വല്ല കുഴപ്പമുണ്ടോ? പുണ്യമല്ലേ? ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തും, ഭക്ഷണം വിതരണം ചെയ്യും, ഭക്ഷണം വിതരണം ചെയ്യണേ. പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്ഹ് പറയും, കുട്ടികൾ പറയും, വലിയവർ പറയും, ഹബീബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് അള്ളാഹുവിന് ഇഷ്ടമല്ലയോ? ഇതിനേക്കാളും റബ്ബിന് ഇഷ്ടമുള്ള അമൽ എന്താണ്? ആ ഹബീബിനെയാണ് അനുസ്മരിക്കേണ്ട എന്ന് പറയാം. ബാക്കി ഏത് നാടകത്തിനും കൂടെ നിൽക്കുന്നതിന് തെളിവ് വേണ്ട, ഏത് ആഘോഷങ്ങൾക്കും നമ്മുടെ കുട്ടികൾ പോകുന്നതിനും തെളിവ് വേണ്ട. ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോഴേക്കും തെളിവിന്റെ പരമ്പര വേണം. എന്നിട്ട് അവര് പറയും കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാം ളലാലത്താണ് എന്ന് ഇതിന് അർത്ഥം വെച്ചത് 4 മദ്ഹബുകളിൽ ഒരു ഇമാമും അങ്ങനെ അർത്ഥം വെച്ചില്ല. പ്രഗത്ഭരായ പണ്ഡിതന്മാരാരും എല്ലാ പുതുതായി ഉണ്ടാകുന്നതും പിഴച്ചതാണ് എന്ന് ആരും അർത്ഥം കൊടുത്തിട്ടില്ല. ആരർത്ഥം കൊടുത്തത്? നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളും പിന്നെ കുറച്ച് പുറത്തുള്ള ബിദ്അത്തിന്റെ ചിന്താഗതിക്കാർ. അങ്ങനെ വരികയാണെങ്കിൽ ഹബീബിന്റെ ശേഷം വന്ന മുഴുവൻ നല്ല കാര്യങ്ങളും ബിദ്അത്തായി തള്ളിക്കളയേണ്ടതാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ കഴിയോ? വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് തങ്ങളുടെ കാലത്തുണ്ടോ? ഇല്ല. ഖുർആന് ചട്ട വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഖുർആനിൽ ഹർഫുകൾക്ക് പുള്ളിയും കുത്തും കൊടുത്തിട്ടുണ്ടോ തങ്ങളുടെ കാലത്ത്? കൊടുത്തിട്ടില്ല. ഖുർആൻ നമ്മളെ കാണുന്ന പോലെ ജംഅ് ചെയ്തിട്ടുണ്ടോ, ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടോ ഹബീബിന്റെ കാലത്ത്? ഇല്ല. എന്തുകൊണ്ട് ലോകം അതിനെ അംഗീകരിച്ചു? കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം അതല്ല എന്ന് ചെറിയ അറിവുള്ള ആളുകൾക്കറിയും, പരിഭാഷ മാത്രം വായിച്ച് നടക്കുന്നവർക്ക് അറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇമാം ഷാഫിഈ തങ്ങൾ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം, മഹാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹിം അജ്മഈൻ, ഇവരൊക്കെ ബിദ്അത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പുതുതായി ഉണ്ടായത് എന്ന് പറയുമ്പോഴേക്കും തള്ളിക്കളയേണ്ടതല്ല. നമ്മുടെ മദ്രസ ഉണ്ടോ തങ്ങളുടെ കാലത്ത്? അറബി കോളേജുകളുണ്ടോ തങ്ങളുടെ കാലത്ത്? സിലബസ് ഉണ്ടോ തങ്ങളുടെ കാലത്ത്? നമ്മൾ ഈ പറയുന്ന സംവിധാനവും രീതികളും ഉണ്ടോ പഠനത്തിന്, മദ്രസക്ക്, ദർസിന്, അറബി കോളേജുകൾക്ക്? വല്ല പ്രയാസമുണ്ടോ? ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ദീനിന്റെ അവസ്ഥ? അതും പോട്ടെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തോടും എന്നിട്ട് അവര് പറയും ഇസ്ലാമിൽ അവസാനം ഖുർആനിൽ ഇറങ്ങിയ ആയത്ത് ഇതാണ്. അത് തന്നെ തെറ്റാണ്. അവസാനം ഇറങ്ങിയ ആയത്ത് അതല്ല. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ ഔ കമാ ഖാല അല്ലാഹ്. ആയത്ത് അവസാനം ഇറങ്ങുന്നത് ഇന്ന് ഇസ്ലാമിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം പൂർത്തിയായി, ഇനി ഒന്നും അതിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഒരുപാട് ആയത്തുകൾ വേറെയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇസ്ലാം എന്ന് പുറത്താവോ? അത് ഖുർആൻ തന്നെയല്ലേ? ഇസ്ലാം പൂർത്തിയായി എന്ന് തക്മിലത്ത് കഴിഞ്ഞു. ഇസ്ലാം വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത് പൂർത്തിയാക്കി തന്നു, ഇനി ഇസ്ലാമികൊന്നും ആരും ചേർക്കണ്ട എന്ന് പറയുന്നവർ ആലോചിക്കുക, ഈ ആയത്തിന്റെ ശേഷം
വേറെയും ഒരുപാട് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്താ അതിനെ പറ്റി പറയാം? ഈ ആയത്തോടുകൂടെ എല്ലാം പൂർത്തിയായി എന്നല്ല, അതിനപ്പുറത്തില്ല എന്നാണോ? ഇങ്ങനെ നോക്കിയാൽ പണ്ഡിതോചിതമായ ഒരു ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ പുണ്യ ഹബീബിന്റെ മൗലിദ് ലോകത്ത് ആചരിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. നമ്മുടെ മക്കൾ അറിയണം, ലോകം അറിയണം. അത് റബീഉൽ അവ്വലിൽ മാത്രമെന്നല്ല, നമ്മൾ അത്രയെങ്കിലും വേണ്ടേ?